തിരുവനന്തപുരം വർക്കലയിൽ മോഷണ ശ്രമത്തിനിടെ കള്ളനെ കയ്യോടെ പിടികൂടി വ്യാപാരിയും ജീവനക്കാരും. ചെരുപ്പുമേള നടക്കുന്ന സ്ഥാപനത്തിലെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം കവരാൻ ശ്രമിച്ച കൊല്ലം സ്വദേശി വിഷ്ണു പ്രസാദാണ് പിടിയിലായത്. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അരുൺ സോളമൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, എങ്ങനെയാണ് ഈ കള്ളനെ പിടിച്ചത്? ആര്യ, ഈ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു വ്യാപാര മേള സംഘടിപ്പിച്ച് വരികയായിരുന്നു. മലപ്പുറം വാളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള സജിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലാണ് ഇന്നിപ്പോൾ ഈ മോഷണം പട്ടാപ്പകൽ നടന്നത്. ഇവിടെ എത്തിയ കൊല്ലം തേവലക്കര സ്വദേശി വിഷ്ണു പ്രസാദ് ഈ കൗണ്ടറിൽ നിന്നും പണം കവർന്നെടുത്ത് പുറത്തിറങ്ങുന്ന സമയത്താണ് ജീവനക്കാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടതും ഇയാളെ കൈയോടുകൂടി പിടികൂടിയത്. പിന്നീട് വർക്കല പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ സജിക്ക് പരാതിയില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വർക്കല പോലീസ് സ്വമേധയായി ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ എല്ലാം നോക്കി വളരെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആ ഭാഗത്ത് ക്യാഷ് കൗണ്ടറിന്റെ അവിടെ എത്തിയാണ് സജി ഈ പണം അവിടെ നിന്നും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ജീവനക്കാർ ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ ഈ വ്യാപാരമേള നടന്നു വരികയായിരുന്നു. പ്രത്യേകിച്ചും സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്കുള്ള ബാഗും ചെരുപ്പും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ കുറേ കാലമായി സജി ഈ മലപ്പുറം സ്വദേശിയുള്ള സജി വർക്കലയിലാണ് താമസിച്ചു വരികയായിരുന്നത്. ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ വ്യാപാരമേള നടന്നു വന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ മോഷണം നടന്നത്. എന്തായാലും ഈ പ്രതിയെ കൈയോടുകൂടി പിടികൂടാൻ സാധിക്കുകയും ഈ കവർന്നെടുത്ത പണം ഈ ഉടമസ്ഥനായിട്ടുള്ള സജിക്ക് കിട്ടുകയും ചെയ്തു. അതോടുകൂടിയാണ് ഈ പരാതിയില്ല എന്ന് സജി പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. ആര്യ, അരുൺ സോളമനാണ് വിശദമായ വിവരങ്ങൾ നൽകി.